ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ പുണ്യ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിൽ എന്താണ് അധികരിപ്പിക്കേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ പത്തിൽ ഏത് ദിക്റാണ് അധികരിപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഒന്നാമത്തെ പത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാമത്തെ പത്തിൽ മുഴുവനായിട്ടും നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. അപ്പോൾ രണ്ടാമത്തെ പത്തിൽ നാം ഇതാണ് അധികരിപ്പിക്കേണ്ടത്. പരമാവധി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക. അതുപോലെ പരമാവധി നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധമായ പുണ്യ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിക്റുകൾ പരമാവധി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ. എല്ലാം നമ്മുടെ നാളത്തെ ആഖിറ ജീവിതത്തിലേക്ക് പരലോകത്തിലേക്ക് എല്ലാം ഒരു മുതൽക്കൂട്ടാവട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ റമളാൻ മാസം എത്രയും പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമുക്ക് കിട്ടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത ഒരു റമളാൻ നമുക്ക് ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക പുണ്യ റമളാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ. നാളെ ഹബീബായ നബി തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. മാത്രമല്ല നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.